ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഒരു പൂരി എങ്ങനെയാണ് വെള്ളത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ എണ്ണയിലല്ലേ പൂരി ഉണ്ടാക്കുക, അപ്പോൾ അതിന് പകരം നമുക്ക് വെള്ളത്തിൽ ഒന്നുണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചെറിയ ചൂടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി അതിനൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ ഒരു പാകത്തിൽ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായി ഇതുപോലെ സോഫ്റ്റായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് അവൽ, അതുപോലെ തന്നെ കുറച്ച് തേങ്ങ, പിന്നെ ശർക്കര, ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് ഇതന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിങ് വേണമെങ്കിലും വെക്കാം. പിന്നെ ഞാൻ കുറച്ച് കാഷ്നട്ട് ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കാൻ ഞാനിതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് നല്ല അധികം കട്ടിയില്ലാതെ, നല്ല കട്ടി കുറയാനും പാടില്ല. നമ്മൾ സാധാരണ പൂരിക്ക് പരത്തുന്ന ആ ഒരു രീതിയിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ അധികം തിന്നായാലും ശരിയാവില്ല, അതുപോലെ തന്നെ നല്ല കട്ടിയായാലും ശരിയായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പാകത്തിന് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാ ബോൾസും ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കത് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിൽ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഓരോ പൂരിയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുമ്പോൾ വേവുന്ന സമയത്ത് പൊങ്ങി വരുമല്ലോ, അതുപോലെ തന്നെ ഇത് വേവുന്ന സമയത്ത് പൊങ്ങി വരും. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. നല്ല പൊങ്ങി 2 സൈഡും വേവായപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് എണ്ണയൊക്കെ വെച്ചിട്ടുള്ള പൂരിയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ സാധാരണ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ സ്റ്റീം ചെയ്തെടുക്കുന്നതിന് പകരം ചെയ്തെടുക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള പൂരി, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാനാണെങ്കിൽ കുറേയൊക്കെ ഒഴിച്ച് ഇതുപോലെ തന്നെ കഴിക്കാം. കൊളസ്ട്രോളൊക്കെ പേടിക്കുന്നവർക്ക്, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ ഫില്ലിങ്ങും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4 മണിക്കൊക്കെ അട ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പകരം ഈ ഒരു ഫില്ലിങ് കൂടി വെച്ചിട്ട് ഞാനിപ്പോൾ അടയുടെ ആ ഒരു ഷേപ്പിലാണ് മടക്കിയെടുക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് റോൾ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കത് 4 മണി പലഹാരമൊക്കെ ആയിട്ട് കഴിക്കുക ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അധികം വൈകാതെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.